നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ ശുഭകരമായൊരു വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് അംഗീകാരം. ഇതിന് തന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭ അനുമതി നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി വിശദീകരിക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ കൊണ്ടുവരുന്ന വെടിനിർത്തൽ കരാറിനാണ് അനുമതി നൽകിയത്. കരാറിന് ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ടെന്നും ലെബനീസ് അധികൃതർ പറഞ്ഞു. ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യവും ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ നിർദ്ദേശം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് യുദ്ധം അവസാനിക്കുന്നത്. നേരത്തെ തന്നെ ഹിസ്ബുള്ള വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇക്കാര്യം അറിയിക്കാനായി ലോകത്തെ അഭിസംബോധന ചെയ്തു. ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ വിവരം പങ്കുവച്ച ബൈഡൻ നല്ല വാർത്തയാണെന്നും ആശ്വാസകരമായ തീരുമാനമാണ് ഇതെന്നും വ്യക്തമാക്കി. ഗാസയിലെ ഹമാസിനെതിരായ യുദ്ധത്തെ കരാർ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ളയടക്കം ധാരണ ലംഘിച്ചാൽ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അതേസമയം ഹിസ്ബുള്ള ധാരണ ലംഘിച്ചാൽ ഇസ്രായേൽ കനത്ത തിരിച്ചടിക്ക് മുതിരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചാലാണ് ഇത്തരത്തിൽ പ്രതികരിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അന്തിമ അംഗീകാരത്തിനായി കരാർ മന്ത്രിസഭയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങിയത് ഹിസ്ബുള്ളയാണ്. യുദ്ധലക്ഷ്യങ്ങളിൽ പലതും കൈവരിച്ചു. അവരുമായുള്ള സംഘർഷത്തിനിടെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കും. വെടിനിർത്തൽ കരാർ ഉടനെ നടപ്പാക്കണമെന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയും അറിയിച്ചു. 2 മാസത്തെ വെടിനിർത്തൽ, ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗത്തിന്റെ തെക്കൻ ലെബനനിലെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കൽ, ലെബനിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകളെന്നാണ് സൂചന. ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഹമാസിനെ ഒറ്റപ്പെടുത്തുക, സൈന്യത്തിന് വിശ്രമം നൽകുന്നതിനൊപ്പം കുറവ് വന്ന ആയുധങ്ങൾ സംഭരിക്കുക തുടങ്ങിയ കാര്യങ്ങളും കരാറിലുണ്ട്. തെക്കൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ലെബനീസ് സൈന്യത്തെയും ലെബനനിലെ UN സമാധാന സേനയെയും വിന്യസിക്കും. US-ന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സമിതിക്കായിരിക്കും നിരീക്ഷണ ചുമതല. ഹിസ്ബുള്ള വാക്ക് തെറ്റിച്ചാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉറപ്പാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അക്കാര്യം കരാറിൽ ചേർക്കാൻ ലെബനൻ സമ്മതിച്ചിട്ടില്ല. കരാർ നടപ്പാക്കുന്നതിൽ യൂണിഫിലിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായാൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. കരാറിന് അംഗീകാരം നൽകുന്നത് ഹിസ്ബുള്ളയെ തുടച്ചു നീക്കാനുള്ള ചരിത്രപരമായ അവസരം നഷ്ടപ്പെടുത്തലാകുമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗുർ പറഞ്ഞു. ഗാസയിലെ യുദ്ധത്തിന് സമാന്തരമായി 13 മാസമായി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടക്കുന്ന സംഘർഷത്തിനിടെ 3760 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ 82 പട്ടാളക്കാരെയും 47 പൗരന്മാരെയും നഷ്ടപ്പെട്ടു. പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ സെപ്റ്റംബർ അവസാനമാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ലെബനനിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം ആരംഭിച്ചത്. മേഖലയിലെ സംഘർഷത്തിന് ശാശ്വത വിരാമം എന്ന നിലയിലാണ് വെടിനിർത്തലെന്നും അതേസമയം കരാർ ലംഘിച്ചാൽ സ്വയസുരക്ഷയെ കരുതി ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേൽ അവകാശമുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. തുടർന്ന് ഗാസയിലും വെടിനിർത്തലിലെ US ശ്രമം ആരംഭിക്കുമെന്നും ജോ ബൈഡൻ പറഞ്ഞു. കരാറിനെ ലെബനന്റെ കെയർടേക്കർ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം ജോ ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ലെബനനിലെ വടക്കൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നുണ്ട്. 2 മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ സൈന്യം 20 തവണ ബോംബാക്രമണം നടത്തി. 2 മാസം മുമ്പ് ഹിസ്ബുള്ളയുമായി കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം ലെബനീസ് തലസ്ഥാനത്തിന് സമീപത്ത് നടന്ന ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണിത്. ഹിസ്ബുള്ളയുടെ ഭരണ കേന്ദ്രങ്ങളും പണം സൂക്ഷിപ്പ് കേന്ദ്രങ്ങളുമാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു. ഏകദേശം 10 ലക്ഷത്തോളം പേർ താമസിക്കുന്ന പ്രദേശമാണെങ്കിലും സെപ്റ്റംബർ 27 ആക്രമണം ആരംഭിച്ചത് മുതൽ മേഖലയിൽ നിന്നും വലിയ തോതിൽ ഒഴിപ്പിക്കൽ നടന്നിരുന്നു. ഏതായാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാൻ പോകുന്നതിന് കുറച്ചു മിനിറ്റുകൾക്ക് മുമ്പാണ് ഇസ്രായേൽ ഒടുക്കത്തെ താണ്ഡവം എന്ന നിലയ്ക്ക് ഈ ഒരു ആക്രമണം നടത്തിയത്. ഏതായാലും യുദ്ധഭീതി തുടരുന്ന പശ്ചിമേഷ്യയിൽ ഇതൊരു ശുഭകരമായിട്ടുള്ള വാർത്തയാണ്. ഇത് തുടർന്നു പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. 2 കൂട്ടരിൽ ഒരാളും ഇനി പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താത്ത കാലത്തോളം ഇത് തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും.